വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. കുരിശിൻ്റെ വഴിയിൽ യേശു 3 പ്രാവശ്യം വീഴുന്നതായി നമ്മൾ കാണുന്നു. എന്തുകൊണ്ടാണ് 3 പ്രാവശ്യം എന്ന് വ്യക്തമായി കുരിശിൻ്റെ വഴിയിൽ നമ്മളെ പഠിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ യേശു 3 പ്രാവശ്യം മാത്രമാണോ വീണത്? പ്രിയമുള്ളവരെ, ഒരു കാര്യം 3 പ്രാവശ്യം ആവർത്തിക്കുന്നതിൻ്റെ ഒരു സംഖ്യാപരമായിട്ടുള്ള ഒരു ദൈവശാസ്ത്രം നമ്മൾ ബൈബിളിലും അല്ലെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകത്തിലുമൊക്കെ കാണുന്നുണ്ട്. തിയോളജി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ 3 പ്രാവശ്യം ഒരു കാര്യം ആവർത്തിക്കുന്നത് ഒരു പൂർണ്ണതയുടെ അല്ലെങ്കിൽ അതിൻ്റെ പരമകാഷ്ഠയുടെ സൂചനയായിട്ടാണെന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന് 666 എന്ന നമ്പർ പിശാചിനെ സൂചിപ്പിക്കുന്നതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ടല്ലോ. എന്താണ് 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത്? ഒരു ദൈവശാസ്ത്രപരമായ സിമ്പലാണത്. അതായത് യഹൂദരുടെ രീതി അനുസരിച്ച് 7 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ നമ്പറാണ്. 7 പരിപൂർണതയാണ്. 7-ൽ നിന്ന് 1 കുറഞ്ഞ്, അതായത് അപൂർണത, അതാണ് 6. 6 എന്ന് പറഞ്ഞാൽ അപൂർണത എന്നാണ് അർത്ഥം. എന്നാൽ 6 3 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ 6, 6, 6 അപൂർണതയുടെ പരമകാഷ്ഠം, ഇതാണ് അർത്ഥം. അതായത് എല്ലാ തിന്മകളാലും നിറഞ്ഞവനായ പിശാചിനെ സൂചിപ്പിക്കുവാനാണ് 6, 6, 6 അഥവാ 666 എന്ന നമ്പർ ബൈബിളിൽ പറയുന്നത്. ഇതുപോലെ ഒരു സംഖ്യയോ കാര്യമോ 3 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ അതിന് ഇങ്ങനെയൊരു ദൈവശാസ്ത്രപരമായ വീക്ഷണമുണ്ട്. ഇവിടെ കുരിശിൻ്റെ വഴിയിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഈ ധ്യാനത്തിൽ ഈശോ 3 പ്രാവശ്യം വീഴുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം വീഴുക എന്ന പ്രവൃത്തി 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നതായി കാണിക്കുമ്പോൾ ഈശോയ്ക്ക് ഒരുപാട് തവണ ഒരു കുരിശുമായി പോകുന്ന ക്ഷീണിതനായ മനുഷ്യന് എത്ര തവണ വീഴാമോ അത്രയും തവണ യേശു വീണു എന്ന് വേണം നമ്മൾ അർത്ഥമാക്കാൻ. അല്ലാതെ യേശു 1, 2, 3 അങ്ങനെ 3 തവണ വീണു എന്ന് മാത്രം നമ്മൾ ധരിക്കരുത്. ഇത്രയും വലിയൊരു ദൂരം കുരിശുമായ കർത്താവ്, ക്ഷീണിതനായ കർത്താവ്, ചമ്മട്ടിയടിയേറ്റ് തളർന്ന കർത്താവ്, രാത്രി മുഴുവൻ പീഡിപ്പിക്കപ്പെട്ട കർത്താവ്, കുരിശ് തലയിൽ ശിരസിൽ മുൾക്കിരീടം ഏന്തിയ കർത്താവ്, ഈ ഇത്രയും ദൂരം ഒരു വലിയ മരക്കഷ്ണവുമായി ഭാരമേറിയ കുരിശുമായി പോകുമ്പോൾ അദ്ദേഹത്തിന് സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം വീഴുകയാണ്. എന്നാൽ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് കർത്താവ് അപ്പോഴെല്ലാം അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഇതാണ് നമ്മളുടെ ചിന്താവിഷയം. എന്തുകൊണ്ടാണ് കർത്താവ് കുരിശുമായി വീണെങ്കിലും വീണ്ടും വീണ്ടും എഴുന്നേറ്റത്? കർത്താവ് കുരിശുമായി ഇങ്ങനെ വീഴുന്നത് കണ്ടപ്പോൾ അവർക്ക് തന്നെ അവസാനം തോന്നി ഇവൻ വഴിയിൽ വെച്ച് മരിച്ചു പോകും. കാരണം അത്രമാത്രം കർത്താവ് ടയേർഡാണ്. അപ്പോഴാണ് വേറൊരാളെ സഹായിക്കാൻ ഏർപ്പാട് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് ഇങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ചു വീണെങ്കിലും, അതായത് കഴിയുന്നത്ര പരമാവധി തവണ ആവർത്തിച്ചു വീണെങ്കിലും അപ്പോഴെല്ലാം കർത്താവ് എഴുന്നേൽക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. കർത്താവ് ഇങ്ങനെ വീഴുമ്പോൾ കർത്താവിനറിയാം, ഞാൻ ഇങ്ങനെ കിടന്ന് മരിക്കാൻ പാടില്ല. ഞാൻ മരിക്കേണ്ടത് കുരിശിലാണ്. കുരിശ് മരണത്തിലൂടെ രക്ഷ നൽകുവാനാണ് പിതാവിൻ്റെ വിധി. അതുകൊണ്ട് കുരിശിൻ്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് ഞാൻ ഒരിക്കലും മരിക്കുവാൻ പാടില്ല. ഞാൻ കുരിശിലാണ് മരിക്കേണ്ടത്. എത്രമാത്രം പീഡനങ്ങൾ കർത്താവിനേറ്റെങ്കിലും അവൻ്റെ മനസ്സുകൊണ്ട് ഇപ്പോൾ ഞാൻ മരിക്കാൻ പാടില്ല എന്ന് ദൃഢനിശ്ചയം എടുത്തിരുന്നു. കർത്താവ് ഓരോ തവണ വീഴുമ്പോഴും ഇവിടെ ഞാൻ വീണ് കിടന്ന് മരിച്ചു പോകാൻ പാടില്ല എന്ന് വിചാരിച്ച് കർത്താവ് നടക്കുകയാണ്. വേണമെങ്കിൽ അവിടെ കുറച്ചു നേരം കടന്നാൽ കർത്താവിന് കുരിശിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ സമയം നീട്ടിക്കിട്ടും. കുരിശ് മരണത്തിൻ്റെ വേദന കുറച്ചുകൂടെ കഴിഞ്ഞ് സഹിച്ചാൽ മതി, മരണം കുറച്ചുകൂടെ ദീർഘിപ്പിച്ചാൽ മതി. എന്നാൽ കർത്താവ് എഴുന്നേൽക്കുകയാണോ? മരിക്കുവാൻ വേണ്ടി. എന്തിനാണെന്നോ? എനിക്ക് രക്ഷ നൽകുവാൻ, എനിക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടി. ഇങ്ങനെ കുരിശോടുകൂടെ നിലത്ത് വീഴുന്ന കർത്താവ് എഴുന്നേൽക്കുമ്പോൾ അവൻ എന്നെയാണ് ഓർത്തത്, നിങ്ങളെ ഓരോരുത്തരെയുമാണ് ഓർത്തത്. എന്തിനാണ്? ആ എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മരിക്കുവാനായി അവൻ എഴുന്നേറ്റ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ വലിയ മാതൃക നമുക്ക് നൽകുന്ന ഒരു പാഠം ഇതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ അടയാളമാണ് കുരിശ്. ലോകം മുഴുവൻ പരാജയത്തിൻ്റെ അടയാളമെന്ന് പറഞ്ഞാലും തൻ്റെ മക്കൾക്ക് വിജയം നൽകുവാൻ, തനിക്ക് വിജയം നൽകുവാൻ, കുരിശിൽ പിശാചിൻ്റെ ശക്തികളെ തോൽപ്പിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന വലിയ അവസരത്തിലേക്കുള്ള നടപ്പും കൂടെയാണ് കർത്താവിൻ്റെ നടപ്പ്. അതുകൊണ്ട് കുരിശിൽ വിജയം വരിക്കുവാൻ, കുരിശിൽ തൻ്റെ മക്കൾക്ക് വിജയം നേടിക്കൊടുക്കുവാൻ വേണ്ടി കർത്താവ് മുന്നോട്ട് പോകുമ്പോൾ വീഴുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. പ്രിയമുള്ളവരെ, ഇത് കർത്താവ് നമുക്കൊരു സന്ദേശമായിട്ട് തരുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇതിന് സമാനമായ അല്ലെങ്കിൽ ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്.
ഒരെണ്ണം ഞാൻ പറയാം. ജെറീക്കോ കോട്ടയിലെ ഒരു സംഭവം. ജെറീക്കോ കോട്ടയിൽ നമുക്ക് ഇതുപോലെ വീഴാനോ മടങ്ങിപ്പോകാനോ നിർത്തിക്കളയാനോ ആഗ്രഹിക്കാത്ത ഒരു സംഘം ദൈവദാസന്മാരെ നമ്മൾ കാണുകയാണ്. അതായത് 6 ദിവസം ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം അവർ ജെറീക്കോ കോട്ടയെ വലം വയ്ക്കുകയാണ്. ഈ ജെറീക്കോ കോട്ടയെ ഇവർ ചുറ്റിക്കഴിയുമ്പോൾ, വട്ടം ചുറ്റിക്കഴിയുമ്പോൾ ജെറീക്കോ കോട്ടയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. 1-ാമത്തെ ദിവസം അവരെല്ലാവരും ജോഷുവ പറഞ്ഞത് കേട്ട് വട്ടം ചുറ്റി, ഒന്നും സംഭവിച്ചില്ല. 2-ാമത്തെ ദിവസവും ജോഷുവ പറഞ്ഞത് കേട്ട് അവർ വട്ടം ചുറ്റി, ഒന്നും സംഭവിച്ചില്ല. 3-ാമത്തെ ദിവസവും 6 ദിവസവും അവർ ഓരോ പ്രാവശ്യം വട്ടം ചുറ്റിയപ്പോഴും കോട്ടയ്ക്കൊന്നും സംഭവിച്ചില്ല. പ്രിയമുള്ളവരെ, അതിനകത്തുള്ള ജനം പ്രബലരാണ്, കോട്ട അതിശക്തമാണ്. ഈ കൂടെ നടന്നവരിൽ ആരെങ്കിലും ജോഷുവയോട് ചോദിച്ചിട്ടുണ്ടാകുമോ എന്നെനിക്കറിയില്ല. എങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ തിങ്കളാഴ്ച നടന്നതല്ലേ, എന്നിട്ട് കോട്ട വീണില്ലല്ലോ, പിന്നെ ആ നടപ്പ് തന്നെ ചൊവ്വാഴ്ച നടന്നിട്ട് എന്താണ് കാര്യം? ഒരു വ്യത്യസ്തമായിട്ടൊന്ന് നടന്നു നോക്കിക്കൂടെ? വേറെന്തെങ്കിലും കൂടെ കരുതിക്കൂടെ? വീണ്ടും ഇങ്ങനെ ചെയ്തിട്ട് എന്താണ് കാര്യം? പ്രിയമുള്ളവരെ, ജോഷുവ മിണ്ടുന്നില്ല. ജോഷുവ മുന്നോട്ട് പോവുകയാണ്, വീണ്ടും നടക്കുകയാണ്. അവസാനം 7-ാമത്തെ ദിവസമായപ്പോൾ ജോഷുവ ഒരു പ്രാവശ്യം കൊണ്ട് നിർത്തുന്നില്ല. ജോഷുവ 2-ാമത്തെ പ്രാവശ്യം വീണ്ടും നടന്നു, നിർത്തുന്നില്ല. കോട്ടയ്ക്കൊന്നും സംഭവിച്ചില്ല. ആളുകൾ പറഞ്ഞു, കഴിഞ്ഞ 6 ദിവസവും ഈ പ്രവൃത്തി തന്നെ ചെയ്തിട്ട് ഒന്നും സംഭവിക്കാത്ത ഈ കോട്ടയ്ക്ക് ഇനിയും ഇതിങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? എന്നാൽ 7-ാമത്തെ തവണ അവർ വട്ടം ചുറ്റി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന് അത്ഭുതകരമായ കോട്ടയെ തകർക്കുന്നതാണ് നമ്മൾ കർത്താവിൻ്റെ ചരിത്രത്തിൽ നിന്ന് വായിച്ചു കേൾക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ 1 തവണ ചെയ്തു, 2 തവണ ചെയ്തു, എന്നിട്ടും പരാജയം പോലെ തോന്നുന്നെങ്കിലും അവൻ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും അത് തന്നെ ചെയ്യുകയാണ്, വീണ്ടും അത് തന്നെ ചെയ്യുകയാണ്, വീണ്ടും അത് തന്നെ ചെയ്യുകയാണ്. അവൻ പരാജയപ്പെടുവാൻ സമ്മതിക്കുന്നില്ല, അവനത് ആവർത്തിക്കുകയാണ്, അവൻ വീണ്ടും വീണ്ടും എഴുന്നേൽക്കുകയാണ് അത് ചെയ്യുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ജോഷുവ കാണിച്ചു തന്ന ഈ മാതൃക നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. യേശു നമുക്ക് വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള ഒരു ഉപമയുണ്ട്. ഉപമയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. എങ്ങനെയാണ്? ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക. ഭഗ്നാശരാകുക എന്ന് പറഞ്ഞാൽ ആശയ്ക്ക് ഭംഗം വരിക, അതായത് ആശ അറ്റുപോവുക, പ്രതീക്ഷ അറ്റുപോവുക. ഇനി എനിക്ക് ആശയില്ല, ഞാൻ തളർന്നു എന്ന് പറയുക. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇസ്രായേൽ ജനത്തോട് നമുക്ക് കേൾക്കുവാൻ വേണ്ടി കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ആ ഉപമ ഇതാണ്, ഒരു ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ. വിധവ ന്യായാധിപൻ്റെ വീട്ടിൽ ഒരിക്കൽ പോയി എനിക്ക് നീതി നടത്തി തരണമെന്ന് പറയുന്നു. ന്യായാധിപൻ ഓടിച്ചു വിടുന്നു, വീണ്ടും പോകുന്നു, ഓടിച്ചു വിടുന്നു, വീണ്ടും പോകുന്നു, ഓടിച്ചു വിടുന്നു. ഇങ്ങനെ വിധവ എല്ലാ ദിവസവും ഒരേ പ്രവൃത്തി ചെയ്യുമ്പോൾ വിധവയോട് ആളുകൾ ചോദിച്ചിട്ടുണ്ടാകും, നീ എന്തിനാ ഇങ്ങനെ പോകുന്നത്? ഇന്നലെ ചോദിച്ച ചോദ്യം തന്നെയല്ലേ നീ ഇന്ന് ചോദിക്കാൻ പോകുന്നത്? ഇന്നലെ ചോദിച്ച ആൾ തന്നെയല്ലേ നീ ഇന്നും കാണാൻ പോകുന്നയാൾ? അയാൾ പിന്നെ ഇന്നലെ ചോദിച്ച അതേ ചോദ്യവുമായി നീ ഇന്ന് അതേ പ്രവൃത്തി ചെയ്യുമ്പോൾ നിന്നെ അയാൾ സഹായിക്കുമെന്ന് നിനക്ക് എന്താ ഉറപ്പ്? നിർത്ത്, പോകണ്ട. എന്നാൽ അവൾ ഭഗ്നാശയാവുന്നില്ല, അവൾ വീണ്ടും പോവുകയാണ്, അവൾ വീണ്ടും പോവുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് പറയാണ്, അവളങ്ങനെ നടന്ന് 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 ഒരു ദിവസം ഈ ന്യായാധിപൻ തന്നോട് തന്നെ പറയും, ഇവരെത്ര കാലമായി എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു, ഇവർ പറയുന്നതും കേട്ടേക്കാം. അങ്ങനെ ന്യായാധിപൻ അവർക്ക് നീതി നടത്തി കൊടുക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ ഉപമ കർത്താവ് നമ്മളോട് പറഞ്ഞത് നമ്മൾ ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഒരു ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ വിമോചിപ്പിക്കണം, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി നീ മാറ്റിത്തരണം. നമ്മൾ ഒരേ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ ഉപവസിച്ചു, എന്നാൽ ഒരു മാറ്റവും കണ്ടില്ല. 2-ാമത്തെ ദിവസവും നമ്മൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, ഒരു മാറ്റവും കണ്ടില്ല. വീണ്ടും മറ്റൊരു ദിവസം നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ഒരു മാറ്റവും കാണുന്നില്ല. വീണ്ടും നമ്മൾ കർത്താവിനെ ആരാധിക്കുവാനായി പോകുന്നു, ഒരു മാറ്റവും കാണുന്നില്ല. വീണ്ടും നമ്മൾ വചനങ്ങളെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനിച്ച് ഈ പ്രശ്നത്തിനെതിരായി പ്രാർത്ഥിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. പാട്ടുകൾ പാടി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. അതെ, ജോഷുവ കോട്ടയ്ക്ക് വട്ടം ചുറ്റിയതുപോലെ നമ്മുടെ പ്രശ്നത്തിന് നമ്മൾ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ന്യായാധിപൻ്റെ മുൻപിലേക്ക് ഒരു വിധവ കടന്നു വന്നതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ കാണുന്ന ആളുകളൊക്കെ നമ്മളോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ വീണ്ടും ഈ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിക്കുന്നത്?
പറയുന്നത്, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ. അതേ പ്രവൃത്തി തന്നെ നീ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനാണ്? നിന്റെ ദൈവം നിനക്ക് ഉത്തരം തരാത്തത് എന്താണ്? എന്നാൽ കർത്താവ് പറയുകയാണ്, യേശു പറയുകയാണ്, ഈ പ്രാർത്ഥന കേൾക്കുന്നവൻ നമ്മളോട് പറയുകയാണ്, നീ അങ്ങനെ ആളുകൾ പറയുന്നത് കേട്ട് അടങ്ങി നിൽക്കരുത്. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നീ വീണ്ടും വീണ്ടും എന്നെ സമീപിക്കുക. നീ വീണ്ടും വീണ്ടും അതേ പ്രവൃത്തി ചെയ്യുക. നിനക്ക് വിമോചനം വരുന്നൊരു സമയം വരും. നിനക്ക് വിമോചനം വരുന്ന സമയത്ത്, കർത്താവിന്റെ വിജയക്കൊടി നിന്റെ ജീവിതത്തിൽ പാറുന്ന സമയത്ത്, ഈ ലോകത്തിൽ ശത്രുക്കളുടെ മുൻപാകെ നിനക്ക് ഞാൻ വിരുന്നൊരുക്കും. അതാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് നിന്റെ ആശ നശിക്കാതെ നീ മുന്നോട്ട് പോകണമെന്ന് കർത്താവ് നമുക്ക് മാർഗനിർദ്ദേശം തരികയാണ് ഈ ഉപമയിലൂടെ. പ്രിയമുള്ളവരെ, വീണ് കിടക്കുന്നിടത്ത് നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. കർത്താവിന്റെ അടുക്കലേക്ക് ധീരതയോടുകൂടി നമ്മൾ നടക്കണം. നമുക്കറിയാം, ഒരു അന്ധയാചകൻ ഉണ്ടായിരുന്നു. ഈ യാചകൻ ഒരു പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര യേശുവേ, പാപിയായ എൻ്റെ മേൽ കരുണയാകണമേ. ആളുകൾ അവനോട് പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക. വീണ്ടും വിളിച്ചു, ഒരു രക്ഷയുമില്ല. ആളുകൾ പറഞ്ഞു, നേരത്തെ വിളിച്ചതല്ലേ, അവൻ കേട്ടല്ലോ, നിനക്കിത് നടക്കുകയല്ല, നീ മിണ്ടാതിരിക്കുക. എന്നാൽ അവൻ വീണ്ടും വിളിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സന്നിധിയിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, ആ ലോകം മുഴുവൻ സൃഷ്ടിച്ചവനായ ക്രിസ്തു, എല്ലാത്തിൻ്റെയും അധിപതിയായ ക്രിസ്തു അവിടെ നിൽക്കുകയാണ്. തന്നെ വിളിച്ചു കരയുന്നവന്റെ സ്വരം അവൻ കേൾക്കാതൊരിക്കലും പോവുകയില്ല. പ്രിയമുള്ളവരെ, അവൻ തിരിഞ്ഞ് അവന്റെ അടുക്കലേക്ക് നോക്കിയിട്ട് അവനെ വിളിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പുറംകുപ്പായം ഊരിക്കളഞ്ഞുകൊണ്ട് അവൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ, അവന്റെ ജീവിതത്തിൽ അവൻ യേശുവിനെ എന്തിനു വേണ്ടി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നുവോ, വീണ്ടും വീണ്ടും യേശുവിന്റെ സന്നിധിയിലേക്ക് അവന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നുവോ, ആ യേശു അത് നടപ്പിലാക്കുവാൻ വേണ്ടി, അത് നടത്തിക്കൊടുക്കുവാൻ വേണ്ടി അവനെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചിരിക്കുന്നത് അറിഞ്ഞ് അവൻ ആനന്ദത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് തൻ്റെ അനുഗ്രഹവും വാങ്ങി തിരിഞ്ഞു പോവുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സന്നിധിയിൽ ചില കാര്യങ്ങൾക്ക് ഇങ്ങനെയൊരു നിയമമുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലെന്നത്, കർത്താവിൻ്റെ ആഗ്രഹമെന്നത് നമുക്ക് വ്യക്തമല്ല. എന്നാൽ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരു കാര്യം ഒരു തവണ എന്നോട് ഉണർത്തിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകരുത്. നിങ്ങൾ വീണ്ടും ആ കാര്യം എന്നോട് പറയണം. നിങ്ങൾ വീണ്ടും ആ കാര്യം എന്നോട് പറയണം. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ കർത്താവ് തൻ്റെ സന്നിധിയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും, നമുക്ക് ഉത്തരം കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളിലും നമുക്ക് പരിഹാരമായി ദൈവമുണ്ടെന്ന് നമുക്കറിയാമെന്നുള്ള കാര്യം നമ്മൾ അറിയണം. കർത്താവ് പറയുകയാണ്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഓർമ്മിക്കുക, നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കുവാൻ നമുക്ക് അസാധ്യമാണ്. അത് കറക്റ്റാണ്. ഈ ലോകത്തിലെ മനുഷ്യനെന്ന് പറഞ്ഞാൽ എന്നെ മാത്രം ഉദ്ദേശമല്ല, എന്നെ ചുറ്റിപ്പറ്റിയുള്ള ഈ മനുഷ്യ സമൂഹത്തിലെ ഒരു മനുഷ്യനും ചിലപ്പോൾ എൻ്റെ ഈ പ്രശ്നം പരിഹരിച്ചു തരാൻ പറ്റുകയില്ലായിരിക്കാം. എന്നാൽ കർത്താവ് പറയുകയാണ്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ എൻ്റെ പ്രാർത്ഥനയെ പ്രചോദിപ്പിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. എൻ്റെ പ്രാർത്ഥനയെ പ്രചോദിപ്പിക്കുന്നത്, എൻ്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും അത് പരിഹരിക്കാൻ ദൈവത്തിന് തീർച്ചയായിട്ടും സാധിക്കും. വേറെ ആർക്കും സാധിക്കാത്ത സമയത്ത് ദൈവത്തിന് സാധിക്കുമെങ്കിൽ ആ വിധവ ഒരുപക്ഷെ ആളുകളോട് ഇങ്ങനെ ചോദിച്ചു കാണും, പിന്നെ ഞാൻ വേറെ എവിടെ പോകാനാ? എനിക്ക് പ്രശ്നം പരിഹരിച്ചു തരാൻ ഇതേ ഉള്ളൂ, ഇതല്ലാതെ വേറൊരു മാർഗം എനിക്കില്ല. പലപ്പോഴും നമ്മളെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ വലുപ്പം അവരുടെ മുമ്പിൽ കാണിച്ചിട്ട് നിങ്ങൾ അവരോട് ചോദിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ ഈ പ്രശ്നം മാറാനുള്ള മറ്റൊരു വഴി ഒന്ന് പറയാമോ? ആളുകൾക്ക് പറയാനുണ്ടാവില്ല. അത് പറയാനുണ്ടാകാത്തവരായിരിക്കും നിങ്ങൾ എന്തിനാണ് ദൈവത്തോട് പറയുന്നതെന്ന് ചോദിക്കുന്നത്. അവരുടെ കയ്യിലൊരു പരിഹാരമൊന്നുമില്ല തരാൻ. പക്ഷേ എന്നാലും പരിഹാരം തരാൻ കഴിവുള്ളവൻ്റെ അടുക്കലേക്ക് നമ്മൾ പോകുമ്പോൾ അവർ വെറും ഒരു വാക്ക്, നീ എന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചേക്കും. അവരെ നമ്മൾ കേൾക്കാൻ പാടില്ല. പ്രിയമുള്ളവർ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് വീണ്ടും വീണ്ടും നമ്മൾ വീണ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ ഈ പ്രശ്നത്തിന് നീ മാറ്റമുണ്ടാക്കി തരണം. അതിനെയാണ് കർത്താവ് ഭഗ്നാശരാകരുത് എന്ന അർത്ഥത്തിൽ ഈ ഉപമ പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ് പറയുന്നത് ഒന്ന് കേൾക്കുക. 2 കൊറിന്തോസ് 4:8, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു. പൗലോസ് ശ്ലീഹായെ, അപ്പോസ്തലന്മാരെ എല്ലാ വിധത്തിലും ഞെരുക്കുകയാണ്. തകർക്കപ്പെടുന്നില്ല, പക്ഷേ വിഷമിപ്പിക്കപ്പെടുന്നു. പക്ഷേ അവർ
ആശ നശിക്കാൻ തയ്യാറാകുന്നില്ല, അവർ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ജീവിതം എല്ലാ വിധത്തിലും തകർക്കപ്പെടുമ്പോൾ ഈ വചനം നിങ്ങൾ ഓർക്കണം. എന്നിട്ട് നിങ്ങളും പറയണം, ഏതു തരത്തിൽ എല്ലാ പ്രശ്നങ്ങളും എന്നെ ഞെരുക്കിയാലും ഞാൻ ആശ നശിക്കുകയില്ല, ഞാൻ ഭഗ്നാശനാവുകയില്ല. ഞാൻ ആരെ ആശ്രയിക്കും, ഞാൻ ആരുടെ അടുക്കിലേക്ക് പോകുമെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കും, ഞാൻ വീണ്ടും പോകും. പ്രിയമുള്ളവർ, വീണ്ടും 2 കൊരിന്ത്യർ അവിടെ തന്നെ 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിശക്തമായ, പുറമേ നിങ്ങൾ ക്ഷയിക്കുന്നതായി തോന്നും, നിങ്ങളുടെ ശക്തി ഓരോ ദിവസവും കെട്ടുപോകുന്നതായി തോന്നും. എന്നാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ പൂർണ്ണമായി വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കണം, കരുത്താർജിക്കണം. പുറമേ നിന്ന് ക്ഷയിക്കുന്നത് ഒരുപക്ഷെ പ്യൂപ്പ പുറമേ നിന്ന് ക്ഷയിക്കുന്നതാ പോലെ തോന്നുകയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ചിത്രശലഭം ശക്തി പ്രാപിക്കുകയാണ്. ഈ ക്ഷയിക്കുന്ന പ്യൂപ്പ പൊട്ടിത്തെറിച്ച് പിന്നെ പുറത്തു വരുന്നത് ഒരു ചിത്രശലഭമായിരിക്കുമെന്ന് ഓർക്കുക. നീ നിന്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആശ നശിക്കാൻ തയ്യാറാകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി നീ തീരുമാനമെടുത്തിരിക്കുകയാണെങ്കിൽ നീ നിന്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏശയ്യാ 40:30 പറയുകയാണ്, യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനമാണ് പറയുന്നത്. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്യും. ചെറുപ്പക്കാരാണ് ഈ ലോകത്തിൽ ഏറ്റവും ഊർജ്ജസ്വലർ. അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ അവർ ക്ഷീണിക്കാറില്ല, തളരാറില്ല. പക്ഷെ അവർ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. നീ എത്രമാത്രം ക്ഷീണിച്ച് തളർന്ന് നിന്റെ കുരിശുമായി വീണ് കിടക്കുകയാണെങ്കിലും നീ ഒരു കാര്യം അറിയണം, ഞാൻ ശക്തി പ്രാപിക്കും, ഞാൻ വീണ്ടും ശക്തി പ്രാപിക്കും. കാരണം ഞാൻ ഉറ്റുനോക്കുന്നത് എൻ്റെ ദൈവത്തെയാണ്. അതുകൊണ്ട് വീണ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക. വിജയത്തിൻ്റെ പതാകയിലേക്ക് നിനക്ക് നടന്നെടുക്കുവാനുണ്ട്. അതുകൊണ്ട് അവിടെ കടന്നു പോകരുത്. എല്ലാ പ്രശ്നങ്ങളിലും കർത്താവിനെ മുൻപിൽ കണ്ടുകൊണ്ട് എഴുന്നേൽക്കുവാൻ ശ്രമിക്കണം. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായ കാര്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല, പലപ്പോഴും യുവജനങ്ങൾക്കുമൊക്കെ ഉണ്ടാകാവുന്ന ഒരു വലിയ വിഷയമാണ് നമ്മൾ പാപത്തിൻ്റെ മേഖലകളിൽ വീണു പോവുക എന്നുള്ളത്. പാപത്തിൻ്റെ മേഖലകളിൽ വീണു പോകുമ്പോൾ ഒരു ദിവസം വീണു, അടുത്ത ദിവസം വീണ്ടും വീണു, അതിനടുത്ത ദിവസം വീണ്ടും വീണു. നമുക്ക് തീർച്ചയായിട്ടും ഈ പാപത്തിൽ നിന്ന് മാറി വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും വീഴുകയാണ്. തീർച്ചയായിട്ടും ഈ പാപം നമ്മൾ അറിഞ്ഞുകൊണ്ട് വീണ്ടും പ്രവർത്തിക്കുന്നത് മോശം തന്നെയാണ്. എന്നാൽ ചില ബന്ധനങ്ങൾ, തഴക്കദോഷങ്ങൾ നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ വീണ്ടും വീണ്ടും വീഴുക സ്വാഭാവികമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ. എന്നാൽ നമ്മൾ എന്താണ് ഈ സമയത്ത് ചെയ്യേണ്ടത്? പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഒട്ടുമിക്കവാറും ആളുകളെ തളർത്തിക്കളയുന്ന ഒരു കാര്യം, അവർ ബന്ധനത്തിലേക്ക് വീണു പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തിലെ മുഴുവൻ ആളുകളും പറയും, ദൈവത്തിലേക്ക് നോക്കി മുന്നേറുക എന്നുള്ളത് നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, അതുകൊണ്ട് ഇത് നിർത്തുക. നീ അവിടെ എന്താണ് ചിന്തിക്കേണ്ടത് സഹോദര? നീ ചിന്തിക്കേണ്ടത് ഇതാണ് സഹോദരി, ഞാൻ ഇവിടെ വീണു, സത്യമാണ്. പക്ഷെ ഇവിടെ നിന്ന് ഞാൻ വീണ്ടും കുഴിയിലേക്ക് നിപതിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനമെടുത്താൽ പിന്നെ ഇതിനെന്ത് പരിഹാരമാണുള്ളത്? പ്രിയമുള്ളവരെ, നിങ്ങളിങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കർത്താവിൻ്റെ അടുക്കിലേക്ക് അല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഞാൻ വീണ്ടും കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും. ഞാൻ വീണ്ടും വീഴുമായിരിക്കും, പക്ഷെ ഞാൻ വീണ്ടും കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും. ഞാൻ വീണ്ടും വീഴുമായിരിക്കും, ഞാൻ വീണ്ടും കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും. കർത്താവ് പറയുകയാണ്, ആശ നശിക്കാതിരിക്കാൻ അവൻ ഈ ഉപമ പറഞ്ഞു. നീ വീഴുന്നിടത്ത് നിന്ന് എഴുന്നേറ്റോ അനുരഞ്ജനപ്പെടുകയും കർത്താവിനോട് മാപ്പ് പറയുകയും അതേസമയം ഉച്ചത്തിൽ ദൈവസന്നിധിയിൽ വിളിച്ച് പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവേ, നിന്റെ വിമോചനം എൻ്റെ ജീവിതത്തിൽ കാണുവാൻ ഇടവരുത്തണമേ. പ്രിയമുള്ളവരെ, എൻ്റെ ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ എന്ന് വിളിച്ചുകൊണ്ട് സാംസൺ ദൈവസന്നിധിയിൽ വീഴ്ച പറ്റിയപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ശക്തിയോടെ കരഞ്ഞു. അവൻ്റെ 2 കൈകളും വലിയ ശക്തിയോടുകൂടി ചങ്ങലകൾ കൊണ്ട് തൂണുകളിൽ ബന്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ എൻ്റെ ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വീണുപോയ സാംസൺ ദൈവത്തെ വിളിച്ച് പ്രത്യാശയോടെ കരഞ്ഞപ്പോൾ അവൻ്റെ കരങ്ങൾക്ക് ശക്തി വന്നു. പ്രിയമുള്ളവരെ, അവൻ സ്വയം പറഞ്ഞതാണ് അവൻ അവിടെ തന്നെ മരിക്കട്ടെ എന്ന്. കർത്താവേ, അവന് സ്വയം ശക്തി കൊടുത്ത സമയത്ത് അവൻ സ്വയം തീരുമാനിച്ചു അവിടെ തീർന്നേക്കാമെന്ന്. എന്നാൽ നമ്മൾ കാണേണ്ടത് ഇതാണ്, എല്ലാം തകർന്ന് എല്ലാ ശക്തിയും ക്ഷയിച്ച് ശക്തമായ രീതിയിൽ അവർ ഒരു തൂണിനോട് ചേർത്ത് കെട്ടി ബന്ധിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സാംസൺ നിലവിളിച്ചപ്പോൾ അവൻ്റെ ശക്തി തിരിച്ചു വരികയും അവൻ ആ 2 തൂണുകളും ആക്രമണ ശക്തിയോടുകൂടി പിടിച്ചൊലച്ച് ആ കെട്ടിടം മുഴുവൻ തകർത്ത് കളയുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, ദാവീദ് പാപം ചെയ്തെങ്കിലും അവന് കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൻ ചെയ്തത് തെറ്റാണ്, ഒരിക്കലും മനുഷ്യരുടെ മുൻപിൽ പോലും നീതീകരിക്കാൻ പറ്റാത്തതാണ്.
എന്നാൽ അവനറിയാം ഈ തെറ്റോടുകൂടി ഞാൻ ഇനി വീണ്ടും തെറ്റിലേക്ക് പോയാൽ പിന്നെ എനിക്ക് പൂർണ്ണനാശമാണ്. അതുകൊണ്ട് എനിക്ക് തിരിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നേ പറ്റൂ. അതുകൊണ്ട് അവൻ എന്താണ് ചെയ്തത്? അവൻ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വന്ന്, പ്രിയ സഹോദര സഹോദരി, നീ ഇന്ന് വീണുകൊണ്ടിരിക്കുന്നവനാണെങ്കിൽ നീ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നതിൽ ഒരിക്കലും താമസം വരുത്തരുത്. വീണുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ എഴുന്നേറ്റുകൊണ്ടിരിക്കണം. വീണുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ എഴുന്നേറ്റുകൊണ്ടിരിക്കണം. അപ്പോൾ നീ കാണും നീ വിജയത്തിലേക്കുള്ള നിന്റെ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണോട്ടെ, പക്ഷെ നീ എഴുന്നേൽക്കണം. എഴുന്നേൽക്കുമ്പോൾ നീ വിജയത്തിലേക്കുള്ള ദൂരം ഒരുപടി കുറഞ്ഞു. നിനക്ക് 18 പ്രാവശ്യം ന്യായാധിപനെ കണ്ടപ്പോഴാണ് വിധവയ്ക്ക് കാര്യം സാധിച്ചതെങ്കിൽ 13ാമത്തെ പ്രാവശ്യം കണ്ടപ്പോഴും നടന്നില്ല. അപ്പോൾ പിന്നീട് 5 പ്രാവശ്യം കണ്ടാൽ മതി. 14ാമത്തെ പ്രാവശ്യം കണ്ടപ്പോഴും നടന്നില്ല, 4 പ്രാവശ്യം നടന്നാൽ മതി. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ നീ പരാജയപ്പെട്ടിട്ട് എഴുന്നേറ്റാൽ നീ വിജയത്തിലേക്ക് ഒരു പടി അടുത്ത് വെച്ചു എന്നാണ്. അല്ലാതെ നീ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയല്ല. ലോകം പറയുന്നത് നീ കേൾക്കരുത്. നീ എഴുന്നേക്കണം, നീ തിരിച്ചു വരണം. കാരണം നിനക്ക് ഇനി മറ്റൊരു വഴിയില്ല. നീ ഇത് വീണു എന്നതിൻ്റെ പേരിൽ ചിലരൊക്കെ അങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. ചില പാപങ്ങൾ വീണ്ടും ചെയ്തതുകൊണ്ട് അവരിനി കർത്താവിൻ്റെ അടുക്കൽ വരണ്ടെന്ന് വിചാരിച്ചു. എന്താണ് തീരുമാനിച്ചത് നിങ്ങൾ? നരകത്തിലേക്ക് പോകാമെന്നോ? എന്താണ് തീരുമാനിച്ചത് നിങ്ങൾ? ഇനി കർത്താവിൻ്റെ അടുത്ത് വരണ്ടെന്ന് വെച്ചാൽ പിശാചിൻ്റെ കൂടെ പോകാമെന്നോ? വലിയ അപകടമാണ്. ഒരു വലിയ ജീവിതം മുൻപേ കിടക്കുകയാണ്. എത്ര തവണ വീണെന്നിരിക്കട്ടെ, നിങ്ങൾ തിരിച്ചു വരണം. ഒരു കാലഘട്ടത്തിൽ കർത്താവ് നിങ്ങളെ വിമോചിപ്പിക്കുക തന്നെ ചെയ്യും. അന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അത്തരം പാപങ്ങൾ ഒരിക്കലും ചെയ്യാത്ത വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തികളായി നിങ്ങൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുക തന്നെ ചെയ്യും. അതുവരെ ഒരുപക്ഷെ മറ്റു വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പക്ഷെ കർത്താവിനെ പിന്തുടരുന്നതിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്ന്, അവൻ്റെ മുമ്പിൽ കരയുന്നതിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് കുരിശുമായി മുന്നോട്ട് പോകുമ്പോഴും താഴെ വീണെങ്കിലും എഴുന്നേറ്റത്. നീ വീണ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുവാൻ കർത്താവ് നിന്നോട് പറയുന്നു. സഹോദര സഹോദരി, ഈ ധ്യാനത്തിൻ്റെ വേളകളിൽ, ഈ പീഡാനുഭവങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ നീ അറിയണം, നീ വീഴുന്നത് എഴുന്നേൽക്കാനാണ്. അതിനാൽ തീരുമാനമെടുക്കട്ടെ. ഇനി നീ വീഴുന്നതിൻ്റെ എണ്ണം കുറയുകയാണ്. നീ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ വിജയത്തിൻ്റെ കൊടി നിൻ്റെ കൈകളിൽ എത്തുവാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. അത് മാത്രമാണ് നിനക്ക് ഒരു പരിഹാരം. അത് വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും. കർത്താവ് നമ്മളെ എല്ലാവരെയും അതിനായി അനുഗ്രഹിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഈശോയെ, അങ്ങ് പറഞ്ഞ ആ ഉപമയുടെ യഥാർത്ഥ അർത്ഥം ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ തന്നെ പതിക്കട്ടെ. കർത്താവെ, ഭഗ്നാശരാകാതെ മുന്നോട്ട് പോകുവാനുള്ള വിജയത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.